അസ്സലാമു അലൈക്കും. സൃഷ്ടാവിന്റെ കൈകളാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ബൈബിളിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ഖുർആനിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു. ശിക്ഷയെ ഇല്ലാതാക്കാൻ കഴിയുന്ന അത്രയും പവറുള്ള ഒരു അധ്യായമാണ് തബാറക സൂറത്ത്. കാരണം നമ്മൾ ദിവസം ഓതുകയാണെങ്കിൽ ഖബർ ശിക്ഷ നമുക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അധ്യായത്തിന്റെ തുടക്കവും അവസാനവും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് കൂടുതൽ പറയുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ സബ്ജക്റ്റിലേക്ക് പോവാം. അധ്യായം 67 സൂറ അൽ മുൽക്കിലെ 1ഉം 2ഉം പറയുന്നത്, ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാവുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പല സത്യങ്ങളിലേക്ക് തന്നെയാണ് ഇതും നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം എല്ലാത്തിൻ്റെയും ആധിപത്യം, എല്ലാ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാവുന്നു അവൻ. അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ഏറ്റവും നല്ലത് ആരായെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ഒരു ജീവിതത്തെ നമുക്ക് തന്നത്. അപ്പം അള്ളാഹു നമ്മളെ പരീക്ഷിക്കണം, നമ്മളെ ഹൃദയത്തെ, നമ്മൾ എത്രത്തോളം നന്മ ചെയ്യുന്നുണ്ടോ, എത്രത്തോളം തിന്മ ചെയ്യുന്നുണ്ടോ എന്ന് അതിനുള്ള ഫലവും നമുക്ക് തരുകയും ചെയ്യും. നമ്മളിൽ വെച്ചിട്ട് അള്ളാഹു പരീക്ഷണം നടത്താണ്. കാരണം അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളാണ് നമ്മൾ. അപ്പം നമ്മൾ എത്രത്തോളം നല്ലവരാണ് എന്നുള്ള ഒരു പരീക്ഷണം. അപ്പോൾ ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ ഏറ്റവും നല്ലവനാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇവിടെ നേടാനല്ല. ഇവിടെ നേടിയോണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. കാരണം നമുക്ക് നാളേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ നേടിയെടുക്കേണ്ടതെന്നുള്ള ആ ഒരു ഓർമ്മ നമുക്ക് വേണം. കാരണം ഇത് താൽക്കാലിക മാത്രമാണ്. ഈ അധ്യായത്തിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് 30ാമത്തെ ആയത്ത് പറയുന്നത്, പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുവന്ന് തരിക എന്ന്. അപ്പൊ നമുക്ക് മഴ തരുന്നത് ആരാണ്? സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തിന്റെ പ്രവൃത്തികളാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ സൃഷ്ടാവിനെ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ.